നമസ്കാരം. സർക്കാർ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി മാറ്റിയതറിയാതെ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ശ്രീജേഷ് തിരുവനന്തപുരത്തെത്തിയതിൽ വിവാദം കടുക്കുന്നു. തിങ്കളാഴ്ച സ്വീകരണമുണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ച പ്രകാരമാണ് ശ്രീജേഷ് കുടുംബത്തോടൊപ്പം ഞായറാഴ്ച എത്തിയത്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കാൻ കുടുംബത്തിനായി. യാത്ര വെറുതെ ആയില്ലെന്നാണ് അതുകൊണ്ട് തന്നെ ശ്രീജേഷിന്റെ നിലപാട്. എന്നാൽ ശനിയാഴ്ച രാത്രിയാണ് പരിപാടി റദ്ദാക്കാൻ അധികൃതർ തീരുമാനമെടുത്തത്. ഇക്കാര്യം കൃത്യമായി ശ്രീജേഷിനെ അറിയിച്ചിരുന്നുമില്ല. ഞായറാഴ്ച എത്തിയപ്പോഴാണ് മാറ്റിവെച്ച കാര്യം അറിയുന്നത് തന്നെ. തുടർന്ന് തിങ്കളാഴ്ച നാട്ടിലേക്ക് മടങ്ങാനും അദ്ദേഹം തീരുമാനിച്ചിരുന്നു. എന്നാൽ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് ശ്രീജേഷ് പറഞ്ഞിരുന്നു. സർക്കാരിൻ്റെ ഭാവി സ്വീകരണ പരിപാടികളിലും ശ്രീജേഷ് പങ്കെടുക്കും. പ്രധാനമന്ത്രി മോദി പോലും കുടുംബസമേതം വിളിച്ച് ആദരിച്ച താരത്തിനെയാണ് കേരളം അപമാനിച്ചതെന്നാണ് വസ്തുത. വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായ ശ്രീജേഷിന് സ്വീകരണം നൽകാനുള്ള ഉത്തരവാദിത്തം തങ്ങൾക്കാണെന്നാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാട്. സ്വീകരണം നടക്കുമെന്ന് ശനിയാഴ്ച വൈകിട്ടും അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഒളിമ്പിക്സ് മെഡൽ ജേതാവിന് സ്വീകരണം നൽകേണ്ടത് കായിക വകുപ്പാണെന്നാണ് മന്ത്രി അബ്ദുറഹ്മാൻ നിലപാടെടുത്തത്. തർക്കമുണ്ടായതോടെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ചടങ്ങ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. ഇത് തീർത്തും അസാധാരണ സംഭവമായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിയമനോത്തരവ് നൽകാനും തീരുമാനിച്ചിരുന്നു. 24-നായിരുന്നു ആദ്യം പരിപാടി തീരുമാനിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സൗകര്യം കണക്കിലെടുത്താണ് 26-ലേക്ക് മാറ്റിയത്. മന്ത്രിമാരുടെ ഈഗോയെ തുടർന്ന് സ്വീകരണം മാറ്റിയതിലൂടെ സർക്കാർ ശ്രീജേഷിനെ അവഹേളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. ഈ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ശ്രീജേഷ് തയ്യാറാകാത്തത് സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമാണെന്നാണ് കരുതുന്നത്. വിവാദമുണ്ടാക്കാൻ ശ്രീജേഷിന് തീരെ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ശ്രീജേഷിനും കുടുംബത്തിനും സദ്യയൊരുക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചർച്ചകൾക്ക് പുതിയ തലം നൽകിയത്. സ്വന്തം വീട്ടിലാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ശ്രീജേഷിന് സദ്യയൊരുക്കിയത്. ഒളിമ്പിക്സ് മെഡൽ ശ്രീജേഷ് കേന്ദ്രമന്ത്രിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ത്യക്കായി വിയർത്തു നേടിയ ഈ മെഡലുകൾക്കും അംഗീകാരത്തിനും രാജ്യം എന്നും ശ്രീജേഷിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ശ്രീജേഷിനോടൊപ്പം ഭാര്യ ഡോക്ടർ അനീഷ, കുട്ടികൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ എന്നിവരും ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ അഭിമാന താരമായ PR ശ്രീജേഷിനു സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വീകരണം മന്ത്രിമാരുടെ ഈഗോ ക്ലാഷിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നത് അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരുന്നു. കായിക വകുപ്പാണോ വിദ്യാഭ്യാസ വകുപ്പാണോ സ്വീകരണം നൽകേണ്ടതെന്ന തർക്കം സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വമില്ലായ്മയും വീഴ്ചയുമാണ് കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തിനു വേണ്ടി 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ കായിക താരത്തെ വ്യക്തിപരമായി അവഹേളിക്കുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്തത്. മന്ത്രിമാർ തമ്മിലുള്ള തർക്കവും ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ചടങ്ങ് മാറ്റിവെച്ചതും അറിയാതെ ശ്രീജേഷും കുടുംബവും സ്വീകരണ ചടങ്ങിന് തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. രാജ്യം ആദരിക്കുന്ന ഹോക്കി താരത്തോട് എന്തു മര്യാദയാണ് സംസ്ഥാന സർക്കാർ കാട്ടിയതെന്നും സതീശൻ ചോദിച്ചിരുന്നു. ഇന്ത്യയുടെ അഭിമാനമായ 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഹോക്കി താരം ശ്രീജേഷിനെ സ്വീകരണ ചടങ്ങ് അലങ്കോലപ്പെടുത്തിയതിലൂടെ സംസ്ഥാന സർക്കാർ വ്യക്തിപരമായി അവഹേളിച്ചെന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞത്. ശ്രീജേഷിനോട് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരെ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.